നമസ്കാരം. സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് സിറിയക് ജോസഫ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെക്കുറിച്ചുള്ള പരാതിയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷണം നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തരവിട്ടു. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് റിട്ടയർഡ് ജഡ്ജ് സിറിയക് ജോസഫിനെതിരെ അന്വേഷണം നടത്തുന്നതിന്റെ നിയമവശം ചോദിച്ചുകൊണ്ട് സംസ്ഥാന നിയമ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. റിപ്പീറ്റ്, ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരായ അന്വേഷണം സംബന്ധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാവുന്നതാണെന്ന് നിയമവകുപ്പ് സെക്രട്ടറി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് നിയമോപദേശവും നൽകിയിരുന്നു. സിറിയക് ജോസഫ് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിനെക്കുറിച്ചുള്ള പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കത്ത് നൽകിയിരുന്നു. സിറിയക് ജോസഫിനെതിരെയുള്ള ചില കാര്യങ്ങൾക്ക് അന്വേഷണം നടത്താൻ ഹൈക്കോടതിയിൽ സംവിധാനമില്ലെന്നും പരാതിയിൽ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ആഭ്യന്തര വകുപ്പാണ് അന്വേഷിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് മറുപടി നൽകി. ചരിത്രത്തിൽ അപൂർവമായിട്ടാണ് ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിക്കെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച പരാതിയിൽ അന്വേഷിക്കാൻ ഉത്തരവിടുന്നത്. ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ജോമോൻ പുത്തൻപുരയ്ക്കൽ കഴിഞ്ഞ വർഷം പരാതി നൽകിയിരുന്നു. സിറിയക് തോമസ് ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്തും കേരള ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ജഡ്ജിയായിരുന്ന സമയത്തും ജഡ്ജി പദവി ദുരുപയോഗം ചെയ്ത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്നാണ് പരാതി. ജഡ്ജ്മെന്റ് എഴുതാത്ത ജഡ്ജി എന്ന പേരുദോഷം വരുത്തിയ ആളാണ് സിറിയക് ജോസഫ് എന്നും അഭയാക്കേസിലടക്കം പ്രതികൾക്ക് വേണ്ടി ഇടപെട്ടുവെന്നും തന്റെ പദവി ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നേടിക്കൊടുത്തെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പരാതിയിൽ ആരോപിച്ചിരുന്നു. KT ജലീലടക്കം നേരത്തെ സമാന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം നടത്തി സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DV ചന്ദ്രചൂഡിനോട് ജോമോൻ 2023 ഡിസംബറിൽ കത്തിലൂടെ ആവശ്യപ്പെട്ടത്. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ കത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. ജഡ്ജ്മെന്റ് എഴുതാത്ത ജഡ്ജി എന്ന പേരുദോഷം വരുത്തിയ ആളാണ് സിറിയക് ജോസഫ്. അറ്റോർണി ജനറൽ ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഉദാഹരണമായി വാദത്തിനിടയിൽ 2015 ജൂൺ 18 സുപ്രീം കോടതിയിൽ പറഞ്ഞത് ജുഡീഷ്യറിയിലെ ഡൗട്ട്ഫുൾ ഇന്റഗ്രിറ്റി ഉള്ള ആളാണ് സിറിയക് ജോസഫ് എന്നാണ്. ഇക്കാര്യം ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രം 2015 ജൂൺ 19 ഒന്നാം പേജിലെ പ്രധാന വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൈക്കൂലി വാങ്ങി പ്രതികളെ ശിക്ഷിക്കേണ്ട പല കേസുകളിലും ജഡ്ജ്മെന്റ് എഴുതാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിക്കൊടുത്തെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ 17 വർഷക്കാലം ജഡ്ജിയായി ഇരുന്നിട്ട് വിരളിൽ എണ്ണാവുന്ന വിധി മാത്രം പറഞ്ഞിട്ടുള്ള ജഡ്ജിയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്. വിധി പറഞ്ഞ കേസുകൾ പരിശോധിച്ചാൽ തന്നെ ഒരു കൊലക്കേസ് പ്രതിയെ പോലും സിറിയക് ജോസഫ് ശിക്ഷിച്ചതായി കേട്ടുകേൾവിയില്ല. 17 വർഷക്കാലം ജഡ്ജിയായി ഇരുന്ന് കോടികൾ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പറ്റിയിട്ടും ജഡ്ജ്മെന്റ് എഴുതാത്ത ജഡ്ജിയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ഭാര്യ സഹോദരി ഭർത്താവിന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഫാദർ കോട്ടൂരിനെ രക്ഷിക്കാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നപ്പോൾ മുതൽ ശ്രമിച്ച വിവരം കേരള സമൂഹത്തിൽ പകൽ പോലെ തെളിഞ്ഞതാണ്. 28 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 2020 ഡിസംബർ 23 ഒന്നാം പ്രതി കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം കഠിന തടവിന് തിരുവനന്തപുരം CBI കോടതി ശിക്ഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. 2009 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ എറണാകുളം കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ സീറോ മലബാർ സഭയുടെ അന്തർദേശീയ അൽമായ അസംബ്ലി ഉദ്ഘാടനം ചെയ്തത് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കവെ ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. ജഡ്ജി എന്ന നിലയിലെ പദവി ദുരുപയോഗം ചെയ്ത് വലിയ സ്ഥാനമാനങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിൽ വഴിവിട്ട് എന്തും ചെയ്യുന്നയാളാണ് സിറിയക് ജോസഫ്. അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായി ഇരിക്കവെ പദവി ദുരുപയോഗം ചെയ്തതാണ്. സ്വന്തം സഹോദരൻ ജെയിംസ് ജോസഫിനെ കേരള ഹയർ സെക്കൻഡറി ഡയറക്ടറാക്കിയതും ജെയിംസിന്റെ ഭാര്യ ജാൻസി ജെയിംസിനെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കിയതും സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരിക്കുകയാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സഹോദരപുത്രി അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ഹൈക്കോടതിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്ലീഡറാക്കിയത്. തുടർന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2016 രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2021 അഡ്വക്കേറ്റ് തുഷാരയെ ഗവൺമെന്റ് പ്ലീഡറാക്കി. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ജസ്റ്റിസ് സിറിയക് ജോസഫ് അവരെല്ലാം സ്വാധീനിച്ചാണ് തുഷാരയെ ഗവൺമെന്റ് GP ആക്കിയതെന്നും ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ കത്തിൽ പറഞ്ഞിരുന്നു.